ഹലോ, ഇത് നമ്മുടെ തെങ്കാശി ട്രിപ്പിൻ്റെ സെക്കൻഡ് വ്ളോഗാണ്. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ എവിടേക്കാണ് പോയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ഡേയുടെ യാത്ര ഇതാ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യമായിട്ട് പോകുന്നത് തിരുമലൈക്കോവിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ തെങ്കാശി വ്ളോഗിലും എല്ലാവരും മാൻഡേറ്ററി ആയിട്ട് തന്നെ പോകുന്ന ഒരു ടെമ്പിളാണ് തിരുമലൈക്കോവിൽ. അവിടെ മുരുകൻ്റെ പ്രതിഷ്ഠയാണുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഈ ഒരു കോലം ഞങ്ങളൊരു വെള്ളം കുടിക്കാനായിട്ടൊരു കടയുടെ ഫ്രണ്ടിൽ നിർത്തി അവിടെ ഇട്ടിരുന്നതാണ്. ഇവിടുത്തെ മിക്ക കടകളുടെ ഫ്രണ്ടിലും നമുക്ക് ഇതുപോലെ കോലങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് ഇതെല്ലാം. നോക്കി, ഇവിടെയൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്ന്. നമുക്ക് ഇങ്ങോട്ടുള്ള യാത്ര ഒരിക്കലും ബോറടിക്കത്തില്ല. അത്ര ഭംഗിയാണ് ഓരോ സ്ഥലങ്ങൾ കാണാനായിട്ട്. ഇത് അങ്ങ് ദൂരെ കാണുന്ന ഒരു സംഭവം കണ്ടോ, അതാണ് തിരുമലൈക്കോവിലിന് നമ്മൾ വണ്ടി ഓട്ടിച്ച് അവിടെ എത്തണം. ഇതോ കണ്ടോ. അങ്ങനെ നമ്മളിതാ തിരുമലൈക്കോവിലിന്റെ ഹില്ലിന്റെ താഴെ എത്തിയിട്ടുണ്ട്. ഇനി ഇത്രയും നമ്മൾ അകത്ത് കയറി വേണം അങ്ങ് ചെല്ലാനായിട്ട്. അപ്പൊ നമ്മളിതാ സ്റ്റെപ്പ് കയറാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു കേട്ടോ. പക്ഷെ ഇതാ ഇവിടുത്തെ ഭംഗി കണ്ടോ, എത്ര രസമാണെന്ന് നോക്കിയേ. കുറേശ്ശെ സ്റ്റെപ്പ് നമ്മൾ കയറി കഴിയുമ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ റെസ്റ്റ് ചെയ്താണ് ഇവിടെയുള്ള എല്ലാവരും മുകളിൽ വരെ കയറുന്നില്ല. അത് ഒറ്റ സ്ട്രെച്ചിനൊന്നും കയറാനായിട്ട് പറ്റത്തില്ല. അപ്പുറത്തൂടെ ഈസി ആയിട്ട് വണ്ടിയിൽ നമുക്ക് ടോപ്പ് വരെ എത്താനായിട്ട് പറ്റും. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് കയറി തന്നെയാണ് മുകളിലോട്ട് പോയത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. മലകയറ്റം എന്തായാലും ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അത് മുഷിപ്പ് തോന്നാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കാറ്റും ഈ കാണുന്ന വ്യൂവും ഒക്കെയാണ്. ഇവിടെ ഒരുപാട് നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല നല്ല സ്പോട്ടുകൾ ഉണ്ടായിരുന്നു ഒരുപാട്. പിന്നെ നമ്മൾ കുറേ നടന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല നല്ല പ്ലേസുകളും ഉണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റെപ്പെല്ലാം കയറിയതാ അമ്പലത്തിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചു നേരം ഒന്ന് ഇരിക്കാന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ആൽമരമുണ്ട്, ഇതിന്റെ ചുവട്ടിൽ നല്ല കാറ്റുണ്ട്. അപ്പൊ അവിടെ വന്നിട്ട് ഇരിക്കുവാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അകത്തോട്ട് കയറണം. ഇതാണ് നമ്മുടെ തിരുമലൈക്കോവിൽ. ഇതാണ് അതിന്റെ എൻട്രൻസ് കേട്ടോ. ക്ഷേത്രത്തിന്റെ അകത്ത് നമുക്ക് ഫോൺ ക്യാമറാസോ ഒന്നും യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ ദർശനത്തിനായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും തെങ്കാശിയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു ക്ഷേത്രമാണിത്. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ്. നോക്കി എത്ര മനോഹരമാണെന്ന്. ഈ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. നമുക്ക് ഇവിടുന്ന് വരാനേ തോന്നത്തില്ല തിരിച്ച്. ഇതാണ് നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്രസാദം. നമ്മൾ എന്തായാലും ഇവിടെ തന്നെ കുറച്ചു നേരം ഇരിക്കാമെന്ന് കരുതി. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ ഒരു ആംബിയൻസ്. നമ്മുടെ മനസ്സും എല്ലാം അങ്ങ് റിലാക്സ്ഡ് ആവുന്നതൊക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് കുറച്ചു നേരം ഇവിടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി.
നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഈ അമ്പലത്തിൽ ഇരിക്കാൻ പറ്റും. ഈ കാറ്റുള്ളതുകൊണ്ട് നമുക്ക് ഈ വെയിലിൻ്റെ ചൂട് അത്രയ്ക്കൊന്നും നമുക്ക് തോന്നത്തില്ല. ഇവിടെ ഇരിക്കാനായിട്ട് നമുക്ക് സ്പോട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ നല്ല പറ്റിയ സ്ഥലങ്ങളുണ്ട്. എന്തായാലും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു എന്താ പറയുന്നത്, കുറച്ച് നമ്മുടെ മൈൻഡ് ഫ്രീ ആയ പോലെ നമുക്കൊന്ന് തോന്നും. അങ്ങനെ ഇതാ നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റെപ്പെല്ലാം ഇറങ്ങി നമ്മൾ വണ്ടി വെച്ചിരിക്കുന്നിടത്തോട്ട് പോവാണ്. തിരുമലൈക്കോവിലിലെ കാഴ്ചകൾ ഒരു രക്ഷയില്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. നമ്മൾ രാവിലെയായിരുന്നു തിരുമലൈക്കോവിലിൽ വന്നത്. ഇപ്പോൾ ഇറങ്ങിയപ്പോഴത്തേക്കും ലഞ്ച് ടൈം ഒക്കെ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ അടുത്തൊരു സ്ഥലത്തും കൂടെ പോയിട്ട് ഫുഡ് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. അടുത്തായിട്ട് നമ്മൾ പോകുന്നത് മേക്കരൈ എന്ന് പറഞ്ഞിട്ടൊരു വില്ലേജിലോട്ടാണ്. നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണാം. ഇനി നമ്മൾ ഈ മേക്കരയിലെ തന്നെ മേക്കരൈ ഡാം കാണാൻ പോവാണ്. ഈ കാണുന്നതാണ് മേക്കരൈ ഡാം. ഇങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഇതിപ്പോ സന്ധ്യയൊക്കെ ആവാറായി. നമ്മൾ മേക്കരൈ ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നു തെങ്കാശി അത്യാവശ്യം നമ്മൾ എല്ലായിടവും കവർ ചെയ്തു. ഇനിയിപ്പം റൂമിൽ പോയി ഫ്രഷായി ഇനി പിറ്റേ ദിവസം, അതായത് 3rd ഡേയിൽ നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ തെങ്കാശിയിൽ കണ്ട കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അടുത്തൊരു സമയത്ത് വരുമ്പോൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇനി എന്നാണ് വരുന്നതെന്നൊന്നും അറിയത്തില്ല. ഇതിപ്പോൾ 3rd ഡേ ആണ്. അപ്പം നമ്മൾ ഇതാ തെങ്കാശി വിശ്വനാഥർ കോവിലിൻ്റെ അടുത്തുള്ള ഒരു കായലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.